ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖ വന്ദേ വാത്മീകി കോകിലം. എല്ലാവർക്കും നമസ്കാരം. അധികമാരും ചിന്തിക്കാത്ത ഒരു മേഖലയാണ് രാമായണവും ഭാരതത്തിൻ്റെ ചരിത്രവും എന്നുള്ളത്. ഭാരതത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ രാമായണത്തെ മാറ്റി നിർത്തിയാൽ ഭാരതമില്ല എന്ന് തന്നെ നമുക്ക് പറയാം. രാമായണം ഉണ്ടായ കാലഘട്ടം മുതൽ ഇന്ന് വരെ രാമായണത്തിന് അതിൻ്റെതായ ഒരു വലിയ പ്രസക്തിയുണ്ട്. ഇന്നും നമ്മൾ നാലമ്പല ദർശനവും രാമായണ പ്രഭാഷണവും ഒക്കെ നടത്തുന്നുണ്ടെങ്കിൽ രാമായണത്തിൻ്റെ പ്രാധാന്യം വളരെ വലുതാണ് എന്നുള്ളത് വ്യക്തമാണ്. രാമായണത്തിൻ്റെ കാലഘട്ടം ഏകദേശം 5000 മുതൽ 10000 വരെ വർഷങ്ങൾക്ക് മുമ്പാണ്. നമ്മുടെ വിശ്വാസമനുസരിച്ച് ത്രേതായുഗത്തിലാണ് രാമൻ ജനിച്ചത്. ഇപ്പോൾ കലിയുഗം, ഇതിനു മുമ്പ് ദ്വാപരയുഗം, അതിനു മുമ്പാണ് ത്രേതായുഗം. അപ്പോൾ ഏകദേശം 18 ലക്ഷത്തോളം വർഷം മുമ്പാണ് രാമൻ ജനിച്ചത് എന്ന വിശ്വാസത്തിൻ്റെ ഒരു തലം നമുക്കൊരു പക്ഷേ അത് വിശ്വസിക്കാൻ പ്രയാസമായിരിക്കാം. ആധുനിക കാലഘട്ടത്തിലെ ചരിത്രപരമായ ഗവേഷണ നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ പരിശോധിച്ചാൽ 5000-നും 10000-നും വർഷങ്ങൾക്കുള്ളിലാണ് രാമായണം ഉണ്ടായത് എന്ന് നമുക്ക് കണക്കാക്കാൻ സാധിക്കും. അയോധ്യയിൽ നടത്തിയ ഉദ്ഖനനത്തിൻ്റെ അടിസ്ഥാനത്തിൽ BC 1000-നപ്പുറം അയോധ്യയിൽ ഒരു നഗരം ഉണ്ടായിരുന്നതായിട്ട് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. രാമായണത്തിൽ തന്നെ പറയുന്നുണ്ട്, ഈ ലോകം ഉള്ളിടത്തോളം കാലം പർവ്വതങ്ങളും നദികളും കരയും കടലും എല്ലാം ഉള്ളിടത്തോളം കാലം രാമായണവും ഉണ്ടാവും എന്നുള്ളത്. ഇത് പലപ്പോഴും നമുക്കൊരു അതിശയോക്തിയായി തോന്നാം. പക്ഷേ രാമായണത്തിൻ്റെ ഇതുവരെയുള്ള ഒരു ചരിത്രം പരിശോധിച്ചാൽ ഇതിൽ അതിശയോക്തി ഇല്ല എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. അത്രയധികം പ്രാധാന്യമുള്ള ഒരു പ്രാചീന ഗ്രന്ഥമാണ് രാമായണം. ആദികാവ്യമാണ് രാമായണം, ആദ്യമായി ഉണ്ടായ ഒരു കാവ്യം. ഇതിലെ സ്ഥലങ്ങളും വ്യക്തികളും സംഭവങ്ങളും എല്ലാം ഇന്നും പ്രസക്തമാണ്, എല്ലാ കാലഘട്ടത്തിലും പ്രസക്തമാണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയും രാമായണം കൈലാസം മുതൽ ശ്രീലങ്ക വരെ ഉള്ള സ്ഥലങ്ങളെയാണ് പ്രതിപാദിക്കുന്നത്. രാമായണത്തിൻ്റെ തുടക്കത്തിൽ ഹിമാലയത്തിൽ ഇരുന്ന് ശിവനും പാർവതിയും തമ്മിലുള്ളൊരു സംഭാഷണമുണ്ട്. അവസാനിക്കുന്നത് ശ്രീലങ്കയിൽ വെച്ച് നടക്കുന്ന രാവണ യുദ്ധത്തിലാണ്. നോക്കൂ, അതിനിടയ്ക്ക് ഉള്ള സംഭവങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ ശ്രീരാമൻ്റെ കൊട്ടാരം അയോധ്യയാണ്. കോസല രാജ്യത്തിൻ്റെ തലസ്ഥാനമാണ് അയോധ്യ. ചരിത്രത്തിൽ ജനപദങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് കോസല രാജ്യത്തെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. ഇത് ക്രിസ്തുവിന് മുമ്പാണ്, BC കാലഘട്ടത്തിലാണ്. ഏകദേശം 2000-മോ 3000-മോ വർഷം പഴക്കമാണ് ഈ ഒരു കാലത്തിനുള്ളത്. അപ്പോൾ അയോധ്യ ചരിത്രപരമായി ഇന്നും പ്രാധാന്യമുള്ള ഒരു സ്ഥലമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പിന്നീട് മിഥിലാപുരി, രാമൻ്റെയും സീതയുടെയും സ്വയംവരം നടന്നത് മിഥിലാപുരിയാണ്. ജനകൻ്റെ കൊട്ടാരം ജനക്പൂർ, ആദ്യത്തെ മിഥിലാപുരിയുടെ ആദ്യ ഘട്ടം ഉണ്ടായത് ജനക്പൂരിലാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇന്ന് ജനക്പൂർ ഉള്ളത് നേപ്പാളിലാണ്. പിന്നീട് വനവാസ കാലഘട്ടത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ അയോധ്യയിൽ നിന്നും പുറപ്പെട്ട രാമൻ മധ്യപ്രദേശിൽ എത്തിച്ചേരുന്നു. മധ്യപ്രദേശിലെ ചിത്രകൂടത്തിൽ രാമനും ലക്ഷ്മണനും സീതയും താമസിച്ചതായിട്ട് നമ്മൾ രാമായണത്തിൽ വായിക്കുന്നു. പിന്നീട് നോക്കൂ, മഹാരാഷ്ട്രയിലെ പഞ്ചവടിയിൽ അവർ താമസിച്ചതായിട്ട് ധാരാളം സംഭവങ്ങൾ പഞ്ചവടിയിൽ നടന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതിനുശേഷം പറയുന്ന മറ്റൊരു സ്ഥലമാണ് കിഷ്കിന്ധ. വാനര രാജധാനിയാണ് കിഷ്കിന്ധ. കിഷ്കിന്ധ ഇന്ന് കർണാടകത്തിലാണ്, ഹംപിയോട് ചേർന്ന് ഒക്കെയാണ് കിഷ്കിന്ധ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നോക്കൂ, മധ്യപ്രദേശ് ഉണ്ട്, ബീഹാർ, മിഥിലാപുരി ബീഹാറുണ്ട്, നേപ്പാൾ ഇതിനകത്ത് വരുന്നുണ്ട്, പിന്നീട് മഹാരാഷ്ട്ര, കർണാടക, അവസാനം കേരളവും തമിഴ്നാടും. അങ്ങനെ ശ്രീലങ്കയിൽ രാമൻ എത്തിച്ചേരുന്നു. കേരളത്തിൽ ശബരിമല, ശബരിയുടെ ആശ്രമം, ശബരിയെ കാണാൻ വേണ്ടി ശ്രീരാമൻ വരുന്നുണ്ട്.
പമ്പാ നദിയുടെ തീരപ്രദേശം രാമായണത്തിൽ പ്രതിപാദ്യ വിഷയമാണ്. പിന്നീട് തമിഴ്നാട്ടിലേക്ക് നമ്മൾ ചെന്നാൽ രാമേശ്വരത്താണ് രാമൻ പരമശിവനെ പ്രതിഷ്ഠിച്ച് പൂജ ചെയ്തത്. പിന്നീട് അതിനടുത്ത് ധനുഷ്കോടിയിൽ നിന്നാണ് സേതുബന്ധനം നടത്തി ലങ്കയിൽ എത്തിച്ചേർന്നത്. അപ്പം നോക്കൂ, ഒരു രാജ്യത്തെ മുഴുവൻ ബന്ധിപ്പിക്കുന്ന ഒരു സ്ഥല ശ്രേണിയാണ് നമുക്ക് രാമായണത്തിൽ കാണാൻ സാധിക്കുന്നത്. അപ്പം വളരെ കാലം മുമ്പ് തന്നെ ഇതൊരു പ്രദേശമാണ് എന്നുള്ളൊരു ചിന്താഗതി ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് രാമായണം. ഇന്നും ഈ പ്രദേശങ്ങൾ ചരിത്രപരമായി വളരെ പ്രാധാന്യമുള്ള ഒരു പ്രദേശങ്ങളായിട്ട് തന്നെയാണ് നിലനിൽക്കുന്നത്. പിന്നീട് നോക്കൂ, രാമായണത്തിലെ വ്യക്തികൾ, കഥാപാത്രങ്ങൾ, അത് ഇന്നും നമ്മുടെ മനസ്സിലുണ്ട്. രാമനായാലും സീതയായാലും ലക്ഷ്മണനായാലും ഭരതനായാലും ഹനുമാനായാലും വിഭീഷണനായാലും ഗുഹനായാലും അങ്ങനെ എന്ന് വേണ്ട രാമായണത്തിലെ ധാരാളം കഥാപാത്രങ്ങൾ ഇന്നും നമുക്ക് പ്രചോദനവും മാതൃകയും ഒക്കെയാണ്. പിന്നീട് നോക്കൂ, രാമായണം ഉണ്ടായ കാലം മുതൽക്ക് തന്നെ എല്ലാ കാലഘട്ടത്തിലും രാമായണത്തിൻ്റെ പരിഭാഷയും രാമായണവുമായി ബന്ധപ്പെട്ട ധാരാളം സംഭവ വികാസങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇത് കേവലം ഹിന്ദു രാജാക്കന്മാർ നമ്മുടെ നാട് ഭരിക്കുമ്പോൾ മാത്രമല്ല, മുസ്ലിം രാജാക്കന്മാർ നാട് ഭരിക്കുമ്പോഴും രാമായണത്തിന് ഉയർച്ചയും തകർച്ചയും ഒക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട്. മുഗൾ ഭരണാധികാരിയായ ബാബർ ഇവിടെ വന്ന് അയോധ്യയിൽ നിൽക്കുന്ന രാമമന്ദിരം തകർത്ത്, നോക്കൂ, നമ്മുടെ സംസ്കാരത്തിൻ്റെ കേന്ദ്രം, നമ്മുടെ ഐശ്വര്യത്തിൻ്റെയും സമ്പദ് സമൃദ്ധിയുടെയും ഒക്കെ കേന്ദ്രം ക്ഷേത്രങ്ങളാണ് എന്ന് മനസ്സിലാക്കിയ ബാബർ ആ മന്ദിരം തകർക്കുകയാണ് ചെയ്തത്. ഈ അടുത്ത കാലത്താണ് നമ്മളത് പുനർനിർമ്മിച്ചത്. പിന്നീട് നോക്കൂ, അക്ബറുടെ ഭരണകാലഘട്ടം നമ്മൾ പരിശോധിക്കുമ്പോൾ അക്ബറുടെ കാലഘട്ടത്തിൽ പേർഷ്യൻ പരിഭാഷ ഉണ്ടായി രാമായണത്തിന്. അക്ബർ രാമായണത്തിലെ കഥകളോടൊക്കെ ആകർഷനായി എന്നാണ് പറയപ്പെടുന്നത്. ഖ്വാജ മുഹമ്മദ് എന്നുള്ള ഒരാളാണ് അക്ബറുടെ ഭരണകാലഘട്ടത്തിൽ രാമായണത്തിൻ്റെ പേർഷ്യൻ പരിഭാഷ നിർവഹിച്ചത്. പിന്നീട് ഷാജഹാൻ ചെങ്കോട്ട പണിത സമയത്ത് ചെങ്കോട്ടയിലെ ചുമരിൻ്റെ മുകളിൽ രാമൻ്റെയും സീതയുടെയും ചിത്രങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട്. പിന്നീട് വന്ന ഔറംഗസേബ്, അദ്ദേഹം മതവിരുദ്ധമാണ് രാമായണം എന്ന് പറഞ്ഞ് രാമായണത്തെ മാറ്റി നിർത്തുകയാണ് ചെയ്തത്. മുഗൾ കാലഘട്ടത്തിന് ശേഷം നമ്മുടെ ദക്ഷിണേന്ത്യ ഭരിച്ച ടിപ്പു സുൽത്താൻ രാമായണം ഇവിടെ സമൂഹത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി അദ്ദേഹം പറഞ്ഞത്, ഞാൻ രാമനാണ്, ബ്രിട്ടീഷുകാരാണ് രാവണൻ. അപ്പൊ ജനങ്ങളുടെ വികാരം ബ്രിട്ടീഷുകാർക്കെതിരാക്കി മാറ്റാൻ അദ്ദേഹം നടത്തിയ ഒരു തന്ത്രം കൂടിയായിരുന്നു ഇത് എന്നുള്ളതാണ്. എന്തായാലും എല്ലാ കാലഘട്ടത്തിലും രാമായണം വളരെ പ്രസക്തമായിരുന്നു. അത് ഏത് മതവിശ്വാസികളായാലും രാമായണത്തെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ അവർക്ക് സാധിച്ചിരുന്നില്ല എന്നുള്ളത് വ്യക്തമാണ്. പിന്നീട് മറ്റുള്ള തെളിവുകൾ ധാരാളം നമുക്ക് മുമ്പിലുണ്ട്. നാസിക്കിൽ നിന്നും നമുക്കൊരു സ്റ്റോൺ പില്ലർ, ഒരു കൽസ്തംഭം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് BC 2-ാം നൂറ്റാണ്ടിൽ ഉണ്ടായതാണ് എന്ന് വിശ്വസിക്കപ്പെടുന്നു. അതിനകത്ത് രാമ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നീട് ഇവിടെ നിന്ന് തന്നെ നാണയങ്ങൾ കിട്ടിയിട്ടുണ്ട്. രാമൻ്റെയും സീതയുടെയും ചിത്രങ്ങൾ ആലേഖനം ചെയ്ത നാണയങ്ങളും ഇവിടെ നിന്നും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. പിന്നീട് നോക്കൂ, വിദേശ സഞ്ചാരികളായ മെഗസ്തനിസ്, ഇദ്ദേഹം ഗ്രീക്ക് സഞ്ചാരിയാണ്. BC 4-ാം നൂറ്റാണ്ടിലാണ് ഇദ്ദേഹം ഭാരതം സന്ദർശിച്ചത്. അദ്ദേഹത്തിൻ്റെ രേഖകൾ പറയുന്നു, ദ കിങ്ഡം ഓഫ് രാമ, രാമൻ്റെ രാജ്യം, രാമരാജ്യം എന്നുള്ളൊരു കാഴ്ചപ്പാട് മെഗസ്തനിസ് ഭാരതത്തിൽ ഉണ്ടായിരുന്നതായിട്ട് അദ്ദേഹം രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. പിന്നീട് നമുക്ക് AD 7-ാം നൂറ്റാണ്ടിൽ ഭാരതത്തിലേക്ക് വന്ന ചൈനീസ് സഞ്ചാരിയായ ഹുയാൻ സാങ്, അദ്ദേഹവും രാമായണത്തിൻ്റെ ജനകീയതയെക്കുറിച്ച് അദ്ദേഹവും പറയുന്നുണ്ട്. അപ്പം ഇങ്ങനെ എല്ലാ കാലഘട്ടത്തിലും രാമായണം നമ്മുടെ സമൂഹത്തെ സ്വാധീനിച്ച ഒരു ഗ്രന്ഥമായിരുന്നു എന്നുള്ളത് വ്യക്തമാണ്. കേവലം ഗ്രന്ഥം എന്നുള്ളതിലുപരിയായി രാമായണത്തിലെ ബിംബങ്ങളൊക്കെ തന്നെ ജനങ്ങൾക്ക് മാതൃകയായി എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. മറ്റൊരു ഏറ്റവും സുപ്രധാനമായ ഒരു വസ്തുതയാണ്
ലോകത്തിലെ ഒരുവിധം എല്ലാ ഭാഷകളിലും രാമായണത്തിൻ്റെ വിവർത്തനം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. രാമായണത്തിൻ്റെ മൂലരൂപം ഉണ്ടായത് സംസ്കൃതത്തിലാണ്, വാത്മീകി രാമായണം. പിന്നീട് അങ്ങ് പരിശോധിച്ചാൽ 12ാം നൂറ്റാണ്ടിൽ തമിഴ് ഭാഷയിൽ കമ്പരാമായണം കമ്പർ എഴുതി, തെലുങ്കിൽ രംഗനാഥൻ, ഹിന്ദിയിൽ രാമചരിതമാനസം, തുളസിദാസിൻ്റെ രാമായണം, പിന്നീട് ബംഗാളി രാമായണം, ഒറിയ ഭാഷയിൽ മലയാള ഭാഷയിൽ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ, കന്നഡ ഭാഷയിൽ മറാത്തിയിൽ ഏകനാഥ് എന്നൊരു കവി. പിന്നീട് നോക്കൂ, വിദേശ ഭാഷകളായി ഇംഗ്ലീഷിൽ ധാരാളം പേർ രാമായണത്തിൻ്റെ വിവർത്തനം രചിച്ചിട്ടുണ്ട്. പിന്നീട് മറ്റ് വിദേശ ഭാഷകൾ പരിശോധിച്ചാൽ ചൈനീസ് ഭാഷ, ജാപ്പനീസ്, തായ്, ഇന്തോനേഷ്യൻ, യൂറോപ്യൻ ഭാഷകൾ, ഇതിലൊക്കെ തന്നെ രാമായണത്തിൻ്റെ പരിഭാഷ രചിക്കപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെ കാണിക്കുന്നത് രാമായണത്തിൻ്റെ പ്രാധാന്യം കേവലം മതപരമായോ വിശ്വാസപരമായോ ഉള്ള ഒരു അതിർത്തിക്കുള്ളിൽ ഒതുങ്ങാതെ രാജ്യത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ഒക്കെ അതിർത്തികൾക്കപ്പുറത്തേക്ക് വരുന്നൊരു കാഴ്ചയാണ് കാണുന്നത്. ഇതുതന്നെയാണ് രാമായണത്തിൻ്റെ ചരിത്രപരമായ ഏറ്റവും വലിയ പ്രാധാന്യം എന്ന് നമുക്ക് വിശ്വസിക്കാം. നമസ്കാരം.